ഇതൊരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല. പുന്നക്കാട സാറിനെ വിളിക്കുന്നതാ ബുദ്ധി. ഓർക്കണം, തിരിച്ച് പിടിക്കാൻ പറ്റാത്തതും തിരിച്ച് കിട്ടാത്തതും ഒന്നേ ഉള്ളൂ, ടൈം, കാലം. സോ ബി കെയർഫുൾ അബൌട്ട് ടൈം. ഓർമ്മയുണ്ടോ ഈ മുഖം? 1 മുതൽ 0 വരെ എന്ന സിനിമയുടെ ഡബ്ബിംഗ് നടക്കുന്ന സമയം ആ സിനിമയിൽ ഒരു സീനിൽ മാത്രം അഭിനയിച്ച ഒരു താരം. അയാളന്ന് മലയാള സിനിമയിൽ മുഖം കാണിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. 1-2 ഡയലോഗ് മാത്രമാണ് അയാൾക്കുള്ളത്. ഡബ്ബിങ് തുടങ്ങി ആ ഡയലോഗ് പറയാൻ അയാൾ 3 മണിക്കൂർ എടുത്തു. സംവിധായകൻ ആകെ ബഹളം. അയാളുടെ ശബ്ദത്തിന് ബേസ് പോരാ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞതോടെ കണ്ണീരോടെ ആ നടൻ അവിടെ നിന്നൊരു മൂലയിലേക്ക് മാറി. പിന്നീട് ആ നടന്റെ പല സിനിമകളിലും വേറെ ആളുകളാണ് ഡബ് ചെയ്തത്. ഇത്രയും നല്ല പൂവിന് 2 രൂപയേ ഉള്ളൂ. ഇത്ര വേഗം മറക്കാൻ കഴിഞ്ഞു? ഈ കൂപ്പി 100 കഷ്ണം തടി പോലും വെട്ടിയിറക്കാൻ അവൻ ഞാൻ അനുവദിക്കില്ല. കുറച്ചു കഴിഞ്ഞ് അയാൾക്ക് തന്നെ ഒരു വാശിയായി, എനിക്ക് സ്വന്തമായി ഡബ് ചെയ്യണം. ബേസ് ഇല്ലെന്ന് പറയുന്നതിന് സ്വരം കടുപ്പിക്കാൻ വേണ്ടി അയാൾ 5-10 സിഗരറ്റ് ഒന്നിച്ചു വലിച്ചു. തന്റെ ശബ്ദത്തിൽ തന്നെ ഒരു പടം ഡബ് ചെയ്തു. എന്തുണ്ടായിരുന്നു അവകാശപ്പെടാൻ പാരമ്പര്യമായിട്ട്? 1.5 സെന്റ് ഭൂമിയും ഒരു ഓലപ്പുരയും മുഷിഞ്ഞ നാറിയ ഒരു കതർ ഷർട്ടുമല്ലാതെ. നിങ്ങളുടെ നിയമത്തിന് മുന്നിൽ ഞാൻ തോൽക്കില്ല. പിന്നെ ആ ശബ്ദം മലയാള സിനിമയിലെ തീപ്പൊരി ശബ്ദമായി. പഴയ ഫയലുകൾ എടുത്ത് വായിച്ചാ പോരാ, പഠിക്കണം. ചാരമാണെന്ന് കരുതി വെറുതെ ചകയാൻ നിൽക്കണം. കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും ഇട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. സിൻഡിക്കേറ്റ് യജമാനന്മാരെ പോലെ എന്നോട് കൽപ്പിക്കൽ. ഓർത്തോണം, ഓർത്ത് വെച്ചോണം. എന്റെ മോൾക്ക് വേദനിച്ചു എന്ന് ഇവളെന്നോട് പറഞ്ഞാൽ തൊപ്പിയല്ല, കഴുത്തിയാൻ തെറിപ്പിച്ചു കളയും. തല്ലുന്നെങ്കിൽ നേരിട്ട് തല്ലണം, ഒറ്റയ്ക്ക് തല്ലണം. എന്നാ മർമ്മക്കൂമ്പ് നോക്കി ഒറ്റ നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളടാ കള്ള കടയാടി മോനെ. ഞാൻ അറിയാതെ എന്റെ അനുവാദമില്ലാതെ ഒരാട്ടി മുന്നോട്ട് നീങ്ങില്ല. അന്വേഷണവുമായി മുന്നോട്ട് പോകാം. കുറ്റവാളികളെ തളയ്ക്കാൻ എന്തും ചെയ്യാം. എടാ, നിന്റെ തന്ത ആരായാലും, നിന്റെ തന്തയുടെ തന്ത ഏത് കൊമ്പനായാലും പുന്നക്കാടിന് പുല്ലടാ. 6 അടി കവിഞ്ഞ ആകാരത്തിലുള്ള അയാൾ കാക്കടിഞ്ഞെത്തിയപ്പോൾ തിയേറ്ററിൽ തീ പാറി. നീ വന്നേക്കടാ കൊലവിളി കേൾക്കാൻ. എന്റെ കയ്യിലുണ്ട് പിടിയില്ലാത്ത മഴ. നിന്റെ ഭാര്യയെല്ലാം ഊരിയാൽ ഞാൻ പിടിയിടും. ഈ തിരുമുഖത്ത് എന്നെ കൊണ്ട് തല്ലിക്കരുത്. പിടിച്ചോ, നിന്റെ ഉമ്മമാരെ കെട്ടിക്കാനുണ്ടാക്കിയ അലുക്കത്ത്. മോഹൻലാലും മമ്മൂട്ടിയും കഴിഞ്ഞാൽ മലയാളി അടുത്തായി പറയുന്ന സൂപ്പർ സ്റ്റാർ, അത് ഒരേ ഒരാളേ ഉള്ളൂ, സുരേഷ് ഗോപി. എനിക്കിവിടെ മാത്രമല്ലടോ, അങ്ങ് ഡൽഹിയിലുണ്ടോ പിടി. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ വന്നേക്കുന്നത് കാവൽ.